നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ പള്ളിയുടെയോ അമ്പലത്തിന്റെയോ ചർച്ചിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയോ ഭാരവാഹിയാണെങ്കിൽ അല്ലെങ്കിൽ ഭാരവാഹി ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാജി കാരക്കാട്. ഒരു വ്യക്തി തന്റെ ജനനം മുതൽ മരണം വരെ തന്റെ കുടുംബത്തോടും തന്റെ സമൂഹത്തോടും തന്റെ ദൈവത്തോടും കാണിക്കേണ്ട എല്ലാ നന്മകളും പഠിപ്പിക്കുന്ന ഒരിടമാണ് മദ്രസ. അതെ, എൻ്റെ നാടായ എൻ്റെ കാരക്കാട് ഞാൻ പഠിച്ച എൻ്റെ HEA മദ്രസയിലെ ഊർജ്ജസ്വലരായ പുതിയ കമ്മിറ്റി ഭാരവാഹികൾ മദ്രസയിൽ കൊണ്ടുവന്ന ചില നൂതന സംവിധാനങ്ങളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. വരും. തിങ്കളിൽ മികന്തവരെ തിങ്കളിൽ പിറந்தവരെ തങ്കമലർ മുത്തൊളി സലാം തങ്കമലർ മുത്തൊളി സലാം യാ ഹബീബുനാ. അപ്പോൾ ഇതാണ് നമ്മുടെ കാരക്കാട് HEA മദ്രസയിലെ ഊർജ്ജസ്വലരായ പുതിയ കമ്മിറ്റിക്കാർ. മാഷാല്ലാ, എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ മദ്രസ ഇതുപോലെ പുതുക്കി പണിതിക്കുന്നത്. അപ്പോൾ ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്, ഇവർക്ക് ഒരു താല്പര്യമില്ല ഇങ്ങനെ വീഡിയോയിൽ നിൽക്കാൻ. അപ്പോൾ നമ്മുടെ നിർബന്ധ പ്രകാരം നമ്മൾ വരാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ വന്നിട്ടുള്ളത്. എന്തെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം അവർ പൈസ. അപ്പോൾ ഞങ്ങൾ ഡെയിലി വിരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ കുറേ മടിച്ചു, പൈസ ഉണ്ടാകാൻ വെച്ചു. അപ്പോൾ അവരെന്നെ 250 വക ഡെയിലി ഉണ്ടാവുക. 250 എന്ത് കുറെ വെറ്റി കമ്മിറ്റിക്കാരന് എടുക്കാൻ തീരുമാനിച്ചാണ്. അങ്ങനെ എല്ലാത്തിനും ഊർജ്ജസ്വലരാണ് അവർ. നൂതന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയ ഒരു സ്മാർട്ട് ക്ലാസ് റൂമായിട്ടുള്ള എല്ലാ ക്ലാസ് റൂമും സ്മാർട്ട് റൂമാണ്. അതിന്റെ ഭാഗമായിട്ട് CCTV ഒക്കെ ഉണ്ടല്ലേ. ആദ്യ നടപടി എന്നുള്ള നിലക്ക് ക്യാമറ ഒക്കെ അത് ഞങ്ങൾ അള്ളാൻ്റെ അനുഗ്രഹത്താലെ ഞങ്ങൾക്ക് സാധിച്ചു. അത് എല്ലാ ക്ലാസ് റൂമിലും പുറത്തും എല്ലാ ക്ലാസ് റൂമിലും ഞങ്ങൾ CCTV കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ടൈലിടാന്നുള്ളതായിരുന്നു. അത് ഞങ്ങൾ നല്ല അന്തരീക്ഷത്തിൽ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല അന്തരീക്ഷം, അതാണ് കുട്ടികൾക്ക് ക്ലാസ്സിലേക്ക് വരാൻ തോന്നണം. വന്നു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള ഒരു സംവിധാനം വേണം. അതിന്റെ ക്രെഡിറ്റ് കമ്മിറ്റിക്കാർക്കാണെങ്കിൽ കൂടി നാട്ടുകാരുടെ നല്ല പിന്തുണ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി നാട്ടുകാരുടെയൊക്കെ ഇറങ്ങി ചെന്നപ്പോൾ പരിപൂർണ സമൂഹത്തോടു കൂടി. കാരണം ഇത് ചെറിയൊരു ഫണ്ടൊന്നും പോരാ എങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ വലിയൊരു എമൗണ്ട് ബാധ്യത വരും. നാട്ടുകാരൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തതാണ്. അതിന് നാട്ടുകാരോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക്. പിന്നെ കുറച്ച് ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ, ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിന്നെ സഹായം കിട്ടുമോ, പിന്നെ ഉസ്താമാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇതുപോലെ നവീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള സംശയങ്ങളുണ്ട്. ഇല്ല, അങ്ങനെ ഒരു സംശയം വേണ്ട. ഇത് കംപ്ലീറ്റ് നമ്മുടെ നാട്ടുകാരും മദ്രസ കമ്മിറ്റിക്കാരും ചെയ്തിട്ടുള്ള പ്രവൃത്തി അല്ലാണ്ട് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും നമുക്ക് ഇതിലില്ല. പിന്നെ നമ്മുടെ അധ്യാപകർ, ഈ മദ്രസ അധ്യാപകർ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ വേതനം കിട്ടുന്ന ആളുകളാണ് അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങളെ പുതിയ കമ്മിറ്റി എന്ന ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കമ്മിറ്റി ഏറ്റെടുത്ത അന്ന് ആദ്യത്തെ അജണ്ട തന്നെ അധ്യാപകരുടെ ഉന്നമനം. അതിനുവേണ്ടി അവർക്ക് 100% ഞങ്ങൾ വർധനവ് വരുത്തി പിറ്റത്തെ മാസം മുതൽ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇപ്പൊ എത്രയായി? 4 മാസം. 4 മാസത്തിന്റെ അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ ഉള്ള ഈ മാറ്റം. അതിൽ 1-2 മാസം ഞങ്ങൾ ഇവിടെ നിന്ന് ബാക്കി മാസങ്ങൾ സ്കൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഉദ്ഘാടന ദിവസം ജിഫ്രി മുത്തുക്കായ തങ്ങൾ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഉന്നതനായ പണ്ഡിതൻ അദ്ദേഹത്തെ കൂടെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ ആ ക്ഷണം കൂടി ഇതിലൂടെ ഇതിലുണ്ട്. ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കണം, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. തീർച്ചയായിട്ടും നമ്മളെ നാട്ടിലെ രക്ഷിതാക്കളായ മാലിന്യവാസികളായ സ്ത്രീകൾക്കും മക്കൾക്കും 19-ാം തീയതി അസർ മുതൽ രാത്രി 10 മണി വരെ അവർ പോകുന്നത് വരെ ഞങ്ങൾക്ക് അവർ തുറന്നു കൊടുക്കുന്നുണ്ട്. നമ്മൾ മദ്രസ എല്ലാവരും അതിൽ പങ്കെടുക്കണം. അവരുടെ മക്കൾ പഠിക്കുന്ന ഒരു സാഹചര്യം അവർക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ ഇതൊരു അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വലിയ വലിയ ഫീസൊക്കെ വാങ്ങിയിട്ട് CBSE സ്കൂളുകളൊക്കെ ചെയ്യുന്ന അതേ മാതൃകയിലാണ്, അതിനേക്കാൾ ഉഷാറായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേ ക്വാളിറ്റിയിലേക്ക് നമുക്ക് ഇതിനെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് അവർക്കൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷിക്കും. അവർക്കൊക്കെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഡൊണേഷന് ഉയർന്ന ഫീസ് ഇതൊക്കെ ലഭിക്കും. മദ്രസ ഒരു കുട്ടിക്ക് ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു പൈസ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കമ്മിറ്റി എല്ലാ നാട്ടിലെ കമ്മിറ്റികൾക്കും മാതൃകാപരമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഇത്ര മനോഹരമായിട്ട് ഈ മദ്രസനെ നവീകരിക്കാൻ കഴിഞ്ഞ ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള കമ്മിറ്റിയാണ്. ഞങ്ങൾ എന്ത് വന്ന് ചോദിച്ചാലും ഒരു തടസ്സമില്ലാതെ ഞങ്ങൾ ചോദിക്കുന്നതിൽ കൂടുതൽ എമൗണ്ട് തന്നിട്ട് പോലും ഞങ്ങളോട് സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ പരിപൂർണ്ണ പിന്തുണ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സ്ഥാപനം ഈ ലെവലിലേക്ക് അൽഹംദുലില്ലാഹ് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. അപ്പോൾ അതിനുള്ള അകമഴിഞ്ഞ നന്ദി ഞങ്ങളുടെ ഭാഗത്ത് കമ്മിറ്റി ഞങ്ങൾ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു നല്ല മദ്രസ സംവിധാനം ചെയ്യുക, അത് കുട്ടികൾക്ക് പിന്നെ പഠിക്കാനുള്ള ഭൗതിക സൗകര്യങ്ങളും അതുപോലെ സ്മാർട്ട് ക്ലാസ്സൊക്കെ ഒരുക്കിക്കൊണ്ട്
തയ്യാറാക്കി. ഏറ്റവും നന്ദി പറയാനുള്ള നമ്മുടെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ അകമഴിഞ്ഞ് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരുപാട് നന്ദി ഞങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിലൊരു പേരോ ഒരു സ്ഥാനമൊന്നും ആവശ്യമില്ല. സ്വന്തം എന്തുള്ളൂ അള്ളാഹിൻ്റെ അടുക്കുന്നുള്ള പ്രീതി മാത്രമേ ആവശ്യം. അതിനായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. மிகந்தவரே திங்களில் பிறந்தவரே தங்க